ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സമൂസ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്ക് അല്ലേ? അത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അത് നമ്മൾ സാധാരണ സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ കുഴച്ച് പരത്തി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ്. കുഴക്കുകയും പരത്തിയും ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഈ സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതുപോലത്തെ റെസിപ്പീസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കണം. ഒരുപാട് വെറൈറ്റി മസാല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയാണ്. എന്തായാലും കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതേപോലെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് ഒന്ന് മതി, കാരണം നമ്മൾ ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള 2 സവാളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ മുട്ടയുടെ മസാലയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. അതിൻ്റെയൊക്കെ മസാല ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് നോക്കിയിട്ട് സ്നാക്സ് എടുത്താൽ മതി. അതിനകത്ത് ഒരുപാട് വെറൈറ്റി മസാലകളുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു പകുതി ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയിൽ ക്യാപ്സിക്കം വരുമ്പോൾ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിത് ഒരുപാട് അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറിയ കടിക്കുന്ന പരുവായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഞാൻ പുഴുങ്ങിയിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ട ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പരത്തിയും കുഴക്കുകയും ഒന്നും ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് സമൂസ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ ദോശമാവിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അത്യാവശ്യം നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ മൈദ ദോശ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ സമൂസൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ ദോശക്കല്ലിൽ ഇത്തിരി ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു ദോശയാണ് കേട്ടോ വേണ്ടത്. നല്ല തിന്നായിട്ട് കുഞ്ഞു ദോശ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മളൊരു വട്ടത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ദോശ ഉണ്ടാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം. നമ്മുടെ സമൂസ ഷീറ്റ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ മടക്കിയെടുത്ത് ചെയ്യാം. പക്ഷെ ഇന്ന് ഞാൻ അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. 2 സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ദോശ ഒന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആവാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ചെറുതും ആവാൻ പാടില്ല, ഒത്തിരി വലുതും ആവാൻ പാടില്ല. അപ്പോൾ അതേ ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്താണ് സമൂസ മടക്കിയെടുക്കാൻ പോകുന്നത്. നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു രീതിയായിരിക്കും ഇത്. അപ്പം നമ്മൾ ഒരു സൈഡിലായിട്ട്, നടുക്കല്ല കേട്ടോ, ഒരു സൈഡിലോട്ടായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അതിനുശേഷം ചുറ്റും നമുക്ക് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. നല്ലോണം ഒട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മസാല വെക്കുമ്പോൾ ഉൾ സൈഡിൽ വെക്കാൻ നോക്കുക. അതിങ്ങനെ ബബിൾസ് ഒക്കെ വന്നിട്ടില്ല, ആ സൈഡിൽ തന്നെ ദോശയുടെ ആ സൈഡിൽ വെക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് ഒട്ടും. ഇനി ഇങ്ങനെ 2 സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, ഒരു പണിയില്ല. ഇനി നമ്മൾ ഈ കോണായിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഇതൊന്ന് മുകളിലോട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം അല്ല കേട്ടോ, കാണാൻ തനി ആ സമൂസയുടെ രൂപം തന്നെയാണ് ഉണ്ടാവുക. വളരെ സിമ്പിളാണ്.
ഇതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി മാവ് വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ സൈഡും ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സമൂസയുടെ അതേ ഷേപ്പ് ആയിട്ടില്ലേ? ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ എല്ലാ സൈഡിലും മൈദ പേസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിലായിട്ടാണ് വെച്ച് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മടക്കി എടുക്കാൻ പറ്റുക. നടുക്കാണെങ്കിൽ നമുക്ക് ഇത്ര ഷേപ്പ് കിട്ടൂല. അപ്പം രണ്ട് സൈഡും നന്നായിട്ട് മടക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ലാസ്റ്റുള്ള ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഇത് സിമ്പിൾ അല്ലേ, എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സമൂസക്ക് കുറേ ലെയർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ദോശ നീളത്തിൽ കട്ട് ചെയ്തിട്ട് സമൂസ ഷീറ്റ് പോലെ തന്നെ മടക്കിയെടുത്താൽ മതി. അപ്പോഴാണ് നല്ല ലെയർ ഉണ്ടാവുക. ഇത് ഒറ്റ ലെയറേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് സാധാരണ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ സൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ സമൂസ എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വരെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഈ സമൂസ അത്രയും ഉണ്ടാവില്ല. ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. തണുക്കുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അപ്പം ചൂടോടെ ചായയുടെ കൂടെ കഴിക്കുക. അതാണ് കേട്ടോ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള ലെയറും ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ്. അപ്പം രണ്ട് സൈഡ് ഫ്രൈ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാണാൻ നമ്മുടെ പഴയ സമൂസയുടെ, നമ്മുടെ സാധാ സമൂസയുടെ ഒരു ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ട്രൈ ചെയ്താലേ അറിയുള്ളൂ. നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നാളെ നമുക്ക് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.